മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു ഉദ്യാനങ്ങളിലൊന്നായ ലാൽബാഗിലാണ്. നമ്മുടെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ലാൽബാഗ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. നമുക്കപ്പം ഇതിനകത്ത് ഗ്ലാസ് ഹൗസ്, തടാകം, അങ്ങനെ ഇഷ്ടംപോലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് അവധി ദിവസമൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂരിലെ. ഇവിടെ അത്യാവശ്യം വരാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. നമുക്കപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടു തരാം. ഇതാണ് അതിവിശാലമായ ലാൽബാഗിന്റെ ഒരു ഗേറ്റ്. നമ്മളാണെങ്കിൽ ഗേറ്റ് നമ്പർ 2 അകത്തേക്ക് പോയത്. ഇവിടെ മാത്രമേ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഗേറ്റിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ എൻട്രി ഫീസ് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യങ്ങൾ കാണാം. അപ്പൊ ഇതിന്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽറ്റിന് 30 രൂപയും കുഞ്ഞുങ്ങൾക്ക് 10 രൂപയും അതുപോലെ തന്നെ ബൈക്ക് പാർക്കിങ്ങിന് വന്നിട്ട് 30 രൂപയുമാണ്. അപ്പൊ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കടകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് നമുക്ക് അവിടുത്തെ പാറക്കുന്നാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഇതാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബാംഗ്ലൂരിന്റെ നല്ലൊരു വ്യൂ കിട്ടും. എന്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇത്. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മരങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് വിഷ്വലേ എടുക്കാൻ പറ്റുള്ളൂ. വേറെ നല്ല രസമുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാണ് ഗ്ലാസ് ഹൗസ്, ഇവിടുത്തെ മെയിൻ ഏരിയ എന്ന് വേണമെങ്കിൽ തന്നെ ഇവിടെ പറയാം. ഇവിടെ വെച്ചിട്ടാണ് ഫ്ലവർ ഷോകളൊക്കെ നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനമൊക്കെ വരുമ്പോൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന ഇവിടെ നല്ല രസമായിരിക്കും. ഇവിടെ ആ സമയത്തൊക്കെ കാണാൻ ഭയങ്കര പൂക്കളൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പടികൾ കടന്ന് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് തടാകത്തിലേക്കാണ്. ഇത് നമ്മുടെ വിശാലമായ ലാൽബാഗ് തടാകമാണ്. ഇഷ്ടംപോലെ ദേശാടന പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് തീരത്തായി നടപ്പാതകളും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. നന്നായിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. നമ്മൾ കുറച്ചൊക്കെ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ ഉണ്ട്. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായി കവിതാക്കൾക്ക് ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഇഷ്ടംപോലെ സ്ഥലം. നമുക്ക് 240 ഏക്കറിലാണ് നമ്മുടെ ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. പിന്നെ ഈ കാണുന്നത് 200 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിന്റെ പേര് വന്നിട്ട് വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ എന്നാണ് ഇതിന്റെ പേര്. കണ്ടിട്ട് എന്തോ പഞ്ഞിമരമാണെന്ന് തോന്നുന്നു. കുറച്ച് പഞ്ഞിയൊക്കെ മേളിൽ നിൽപ്പുണ്ട്. ആകൃതി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ വലിയൊരു സാധനം. ഇവിടെ പ്രാവുകൾക്ക് വീടൊക്കെ ഉണ്ട്. കുറച്ച് പ്രാവേ ഉള്ളൂ, ബാക്കിയെല്ലാവരും അകത്തായിരിക്കാം. ചരിത്രം എന്ന് പറയുന്നത് 1760 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ് ഇതിന്റെ കെട്ടിടം പണി ആരംഭിച്ചത്. പക്ഷെ ഇത് പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താനാണ്. അതുപോലെ ഇവിടെ മൊത്തം നടന്ന് കാണുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട്. അവധി ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ചെറുതായി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടെ നേരത്തെ നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര ചൂട് കൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ ഒരുമാതിരി പറ്റി വരണ്ടൊക്കെ ഇരിക്കും ഇപ്പൊ. അപ്പം ഞങ്ങളുടെ കുറച്ച് അത്യാവശ്യം ആയനോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ്. രാവിലെ 9 മണി വരെയുള്ള സമയം നമുക്ക് തികച്ചും സൗജന്യമായി. അപ്പൊ നമ്മൾ മുമ്പൊരിക്കൽ വന്നപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കുറച്ച് വിഷ്വൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.